Hi students, welcome to the lecture. Today we will be dealing with welfare criterions. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വെൽഫെയർ ക്രൈറ്റീരിയാസിനെ കുറിച്ചാണ്. നമുക്ക് ഒരുപാട് വെൽഫെയർ ക്രൈറ്റീരിയാസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്കണോമിക്സിൻ്റെ പല ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു വെൽഫെയർ ക്രൈറ്റീരിയാസിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും പരേറ്റോ ക്രൈറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, സ്റ്റുഡോവിസ്കി ക്രൈറ്റീരിയ, ബർഗ്സൺ സാമുവൽസൺ വെൽഫെയർ ഫംഗ്ഷൻ, അങ്ങനെ ഒരുപാട് വെൽഫെയർ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സെഷൻസിൽ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഈ ഓരോ വെൽഫെയർ ക്രൈറ്റീരിയാസ് എന്താണ്, എങ്ങനെയാണ് അവ വർക്ക് ചെയ്യുന്നത്, അവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഇതൊക്കെയായിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയ. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിരിക്കുന്നത് GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പം നമുക്കറിയാമല്ലേ എന്താണ് GDP എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് GDP എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. എന്താണ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ final value of goods and services produced in the domestic territory of a country in a particular physical year എന്നുള്ളതാണ് നമ്മൾ GDPയുടെ ഡെഫിനിഷനൊക്കെ ആയിട്ട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഡിഗ്രി തൊട്ട് അല്ലെങ്കിൽ +2 തൊട്ട് തന്നെ നമ്മൾ GDPൻ്റെ ഡെഫിനേഷൻ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പം നമ്മൾ എന്താണ് GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയൻ, GDP എങ്ങനെയാണ് ഒരു വെൽഫെയർ ക്രൈറ്റീരിയൻ ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം. ഈ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന് കാരണമാകും, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വെൽഫെയറിന് കാരണമാകും എന്നാണ് ഈ ഒരു ക്രൈറ്റീരിയൻ പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിലോട്ടേക്ക് റിസൾട്ട് ചെയ്യും, എക്കണോമിക് ഗ്രോത്ത് റിസൾട്ട്സ് ഇൻ വെൽഫെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഗ്രോത്ത് ഒരു എക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തിന് കാരണമാകും, ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് എക്കോണമിയിൽ വരാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ എന്താണ്, ഈ എംപ്ലോയ്മെൻറ്റ് കാരണം ഒരുപാട് ഗുഡ്സും സർവീസസും എന്തിന് കൺസപ്ഷന് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തിനു വേണ്ടിയിട്ടാണ്, അവൈലബിൾ ഫോർ കൺസപ്ഷൻ. അപ്പോൾ കൺസപ്ഷന് വേണ്ടിയിട്ട് ഗുഡ്സും സർവീസസും വരെ ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ ആണോ. അപ്പോൾ അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വെൽഫെയറിന് കാരണമാകും. ഈ ഗ്രോത്ത് എന്നുകൊണ്ട് ഇവിടെ വരുമ്പോൾ അവിടെ അത് എന്തിന് കാരണമാകും, വെൽഫെയർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമാകും. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗുഡ്സും സർവീസസും കൺസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷേ എന്താണ്, ഈ ഒരു ഗ്രോത്ത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ട് സ്റ്റേറ്റിൽ, അതായത് GDP എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഗ്രോത്തിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, GDPയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് മാത്രമാണ്, ഇൻകം മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കറണ്ട് സ്റ്റേറ്റിൽ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ. അപ്പോൾ GDP എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തായിട്ട് മാറും, ഇൻകം ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ആണോ, അല്ലെങ്കിൽ അത് ന്യായമാണോ, എത്തിക്കലാണോ എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെൽഫെയർ ക്രൈറ്റീരിയസ് ആണ് നോക്കിയിരിക്കുന്നത്. അതിൽ GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയൻ ആണ് നമ്മൾ ആദ്യം നോക്കിയത്. അതിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വെൽഫെയറിന് കാരണമാകും. ഈ ഗ്രോത്ത് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, ഗുഡ്സും സർവീസസും കൺസപ്ഷൻ അവൈലബിൾ ആകുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ GDP എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗ്രോത്തിനെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം GDP എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകത്തിൻ്റെ അടിസ്ഥാനമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ആണോ, എത്തിക്കലാണോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന് കാരണമാകും, നമ്മൾ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സോഷ്യൽ വെൽഫെയറിന് കാരണമാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ വരുന്നത്. ഈ എക്കണോമിക് ഗ്രോത്ത് സോഷ്യൽ വെൽഫെയറിന് കാരണമാകും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ ഗെറ്റ്സ് ദ ബെനിഫിറ്റ്, ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവ വരുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ഇവിടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നില്ല, ഈ GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയയിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എവിടെ വരുന്നില്ല, ഈ GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ഈ ഗുഡ്സും സർവീസസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആണോ എത്തിക്കൽ ആണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അതുപോലെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ GDP ഒരു വെൽഫെയർ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ രണ്ട് ലിമിറ്റേഷൻസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റു പല വെൽഫെയർ ക്രൈറ്റീരിയസിനെയും ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മപ്പ് ഒന്നും കൂടി നടത്താം. അതായത് നമ്മൾ വെൽഫെയർ ക്രൈറ്റീരിയസ് ആയിരുന്നു നോക്കിയത്. അതിലാദ്യം നമ്മൾ നോക്കുന്നത് GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയ ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രോത്ത് വെൽഫെയറിന് കാരണമാകുമെന്നുള്ളത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൂടും, അതുപോലെ തന്നെ ഗുഡ്സും സർവീസസും ഇക്കോണമിയിൽ അവൈലബിൾ ആകുന്നത് കൂടും, അതുകൊണ്ട് തന്നെ കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ GDP-നെയാണ്. അതായത് ഇൻകം ബേസ് ചെയ്ത് മാത്രമുള്ള ഗ്രോത്ത് ആയിരിക്കും വെൽഫെയറിലോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ന്യായമാണ്, എത്തിക്കലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രവുമല്ല, ആൾക്കാർക്ക് എത്ര സോഷ്യൽ വെൽഫെയർ കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്ന അവരുടെ കയ്യിൽ എത്രത്തോളം ഇൻകം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പരേറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു GDP ആസ് എ വെൽഫെയർ ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യും. കുറച്ച് നാളായിട്ട് നമുക്ക് കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഇനി മുതൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും, എപ്പോഴും തന്നെ വീഡിയോസ് ഉണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.